ഒരു ധനവാനായ മനുഷ്യനെ ചെന്ന് കണ്ട ഒരു പ്രമാണിയെ. എന്നിട്ട് അവൻ അപ്പന്റെ വീട്ടിൽ മടങ്ങി വരാൻ തോന്നിയില്ല, ദൈവത്തിൽ ആശ്രയിക്കാൻ തോന്നിയില്ല, പ്രാർത്ഥിക്കാൻ തോന്നിയില്ല, ആരാധിക്കാൻ തോന്നിയില്ലേ, പള്ളി വരാൻ തോന്നിയില്ല. ഇവൻ പ്രമാണിയെ ആശ്രയിച്ചു. അവൻ അവിടെ ചെന്ന് അവന്റെ ആവശ്യം പറഞ്ഞു. സ്തോത്രം. നോക്കുക, അവൻ പല ജോലി കിട്ടുമെന്ന് പറഞ്ഞ പോയെ. അവൻ ചോദിച്ചു, എന്നാ ജോലി അറിയാം? എല്ലാം ചെയ്യാം. എല്ലാം വീട്ടിനകത്ത് കുരിഞ്ഞൊരു മുമ്പ് എടുക്കാത്ത കൊച്ചന ഇപ്പൊ പറയുക, എല്ലാ പണിയും അറിയാം. സ്തോത്രം. എന്തു വേണോ ചെയ്യാം. ഇവന്റെ കോലവും ഇവന്റെ ഭാവവും ഇവന്റെ രൂപവും ഇവന്റെ കൂശാന്താടിയും ഇവന്റെ ചൂട് പോലത്തെ തലമുടിയും ഇവന്റെ മുഷിഞ്ഞ വസ്ത്രവും ഇവന്റെ കീറിയ പാലും ഒക്കെ കണ്ടപ്പോ ഈ പ്രമാണിക്ക് തോന്നി ഇവന് കൊടുക്കാൻ പറ്റിയ ജോലി പന്നി മേയ്ക്കുന്ന ജോലിയാണ്. കാരണം ഇവനെ കണ്ടാൽ ഇവനൊരു പന്നി മുതലാളിയായിട്ടിരിക്കാൻ കൊള്ളാം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി പോകുമ്പോ 2 ചെറുപ്പക്കാരൻ സ്കൂട്ടറെ വരികയാണ്. ഞാൻ ഒരുത്തർ നോക്കിയപ്പോ വളവ് തിരിഞ്ഞ് വന്നപ്പോ കണ്ടു അവന്റെ മുട്ടുമൊത്തം കീറി കിടക്കുക. ജീവസിന്റെ അവന്റെ നന്നായിട്ട് പണ്ടൊക്കെ ചെറിയ ഹോൾ ഉള്ളതുപോലെ കാണിക്കും. ഇപ്പൊ അല്ല, ഇപ്പൊ കീറിയിട്ടിരിക്കുക. അവൻ തേങ്ങാട ചിരട്ടുകളിൽ ഇരിക്കുന്നവരവന്റെ മുട്ടു വെളിയിലോട്ടിരിക്കുക. എല്ലാം ഓരോന്നിട്ട ഇവ വിചാരിക്കുന്നത് കാണുന്നവർക്ക് എന്തോ ഗുണം കൊള്ളുവന്ന. ഇവ കാണുന്നവർക്ക് ആർമിച്ചു മുപ്പത്തിയുള്ളൂ. ഒരു ഗുണമില്ലെന്നേ. ഇത് വൃത്തികേടാ, ഇത് വികൃതമാ, ഇത് അപമാനമെന്നേ, ഇത് പരിഹാസമാണ്. നീ വേഷം കെട്ടാതെ, സ്വത്രം വേഷം കെട്ടാതെ നീ ദൈവമായി വരാമെന്ന് തിരിച്ചറിയും. നീ മാനസാന്തരപ്പെട്ടത് മനസ്സിലാക്കുക. നീ രക്ഷിക്കപ്പെട്ടതെന്ന് തിരിച്ചറിയണം. അവൻ ഒരു ദിവസം ഉടയോന്ന് വിളിക്കും. അന്ന് നീ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കണമെന്ന ഈ പറഞ്ഞതിന്റെ സാരാംശം. സ്വത്രം. ഇവനെ കണ്ട രൂപത്തിന് പന്നിയെ മേയ്ക്കാനുള്ളൂ. ഇവൻ ആരാ? ആട് മേയ്ക്കുന്നവനെ നിയന്ത്രിക്കേണ്ടവനാ. എന്റെ വാക്യം പറഞ്ഞു സെൻട്രൽ പാസ് ആകേണ്ടവന്. ഇവൻ ആരാ? ഇപ്പൊ ആരാ മേയ്ക്കുന്നേ? ആട് മേയ്ക്കണോ പന്നി മേയ്ക്കണോ? ആടിന്റെ പന്നിക്ക് വ്യത്യാസമുണ്ട്. സഭ ആടാണ്. പന്നിയോ? പന്നിക്കൊരു കുഴപ്പമുണ്ട്. എത്ര കുളിപ്പിച്ചാലും 4 പ്രാവശ്യം സ്നാനപ്പെടുത്തിയാലും നിൽക്കുകയല്ല. അവൻ ചെളിയിൽ പോകും, അവൻ പഴയതിൽ പോകും. അപ്പോ ഇവ സെൻട്രൽ പാസ് ആയിട്ട് ആരെയാ? പിന്മാറ്റക്കാരുടെ സെൻട്രൽ പാസ്. ഈ പുള്ളി ആരാ? അപ്പന്റെ വീട് വിട്ട് വന്നതല്ലേ? പഠിക്കണം വചനം. അപ്പന്റെ വീട്ടിൽ ഒരുപാട് ആട് ഒക്കെ ഉള്ളതാ. ആടും കാളയും ഉള്ളത്. ഇത് മേയ്ക്കുന്നവനെ നിയന്ത്രിക്കേണ്ട മകനല്ലേ? അവരുടെ അവിടെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കേണ്ടവനാ. അവിടെ അങ്ങനെ സെൻട്രൽ പാസ് ആകേണ്ടവൻ പന്നിയുടെ സെൻട്രൽ പാസ്. ഇവ പന്നിയെ മേത്തോണ്ട് ഇടക്കുകയാണ്. സ്വന്തം യജമാനം പന്നിക്ക് വരുന്ന പന്നിക്ക് സ്പോൺസർ ഉണ്ട്. പന്നിക്ക് വരുന്ന സ്പോൺസർ നന്മ ആരാ കൈയിട്ട് വരുന്നേ? ഇവൻ കൈയിട്ട് വരിക. സ്വത്രം 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 സ്വത്രം. ഇനി അപ്പന്റെ വീട്ടിലും ഇവിടത്തെ വീട്ടിലും രണ്ടും 2 പ്രസ്ഥാനമാണ്. മനസ്സിലായോ? ഒന്ന് ദൈവമക്കളുടെ പ്രസ്ഥാനം, മറ്റൊരു പിന്മാറ്റക്കാരന്റെ പ്രസ്ഥാനം. ഇതിയാണ് ഇപ്പൊ പിന്മാറ്റക്കാരന്റെ പോപ്പ്. കാരണം എന്താ? ന്യൂ ജനറേഷൻ സ്റ്റൈലില് കൊള്ളാം. ഇവര് പന്നി കിട്ടി. ഇനി ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ വായിക്കുന്നത് പന്നിക്ക് എന്നാ ഉള്ളത്? വാളവര. എന്നാ? വാളവര. അപ്പന്റെ വീട്ടിൽ എന്നാ ഉണ്ട്? എന്താ ഉണ്ട് അപ്പന്റെ വീട്ടില്? അടുപ്പിച്ച നിൽക്കട്ടെ. അപ്പന്റെ വീട്ടില് വചനം. ഇപ്പൊ നിൽക്കുന്ന സഭയിൽ എന്നാ ഉണ്ട്? വാളവര. സ്വത്രം സ്വത്രം. ഒരുപാട് വാളവര സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വാളവര സഭയിൽ വരിക. അവൻ പന്നി നിന്നതിന് മുമ്പ് ഇവൻ തലയിടുക. സ്വത്രം എന്ന് പറഞ്ഞ് വരുന്ന നന്മ പോലും അവൻ പന്നിയൊക്കെ കൊടുക്കാതെ കൈയിട്ട് വരുന്ന ഈ സെന്റർ. അത്രയും മാത്രമേ ഞാൻ പറയുന്നു. സ്വത്രം സ്വത്രം സ്വത്രം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് വചനം? അങ്ങനെ പോണം, പഠിച്ചു പോണം. അവൻ ഇവ പന്നിയെ നയിക്കുക. പന്നിയുടെ വാളവര. എല്ലാ ദിവസവും വാളവര. സ്വത്രം. കഴിഞ്ഞ ഞായറാഴ്ച വാളവര, മുമ്പത്തെ ഞായറാഴ്ച അന്നും വാളവര, ഈ ഞായറാഴ്ച ഇന്നും വാളവര. വാളവര നിന്ന് അവൻ എന്ത് ചെയ്യുന്നില്ല? ദഹനവും ഇല്ല, ആകെ പാടവസനമാണ് അല്ലേ?
ദഹനമില്ലാതിരുന്നാൽ വയർ ചേർത്ത് മുഖമൊക്കെ ചേർത്ത് അല്ലെ ഓരോ ആഴ്ച നോക്കുമ്പോ എല്ലാം ഇങ്ങനെ ചേർത്ത് ഒരു സ്നേഹമില്ല. ദൈവസ്നേഹം മുഖത്ത് നോക്കിയ ദൈവസ്നേഹമില്ല. എന്താ കാര്യം? കഴിച്ചത് വചനമല്ല വാളവര. കാര്യം പന്നിയുടെ ലിസ്റ്റിലാണ് കിടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പന്നിയുടെ ലിസ്റ്റിലല്ല. നമുക്ക് നല്ല ഇടയനുണ്ട്. ഇടയന്റെ കയ്യിൽ ആടുകളാണ് നമ്മൾ. മനസ്സിലായവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവൻ ഞാൻ വിശദീകരിക്കുന്നില്ല. അവൻ പന്നിയുടെ വാളവര. പന്നി തലയിൽ മുമ്പ് ഇവരിടും. ഇവന്റെ ബോധവും ഇവന്റെ രൂപവും പന്നിയേക്കാളുള്ള. അതുകൊണ്ട് ആ പ്രമാണി ഇവനെ പന്നി മുതലാളിയാക്കി മാറ്റി. ഇവൻ അവിടെ കിടന്ന പട്ടിണിയും പരിവട്ടവും അനുഭവിച്ച കഷ്ടപ്പാട് അനുഭവിച്ച ഒരു ദിവസം ഇവൻ തീരുമാനിച്ചു, ഇനി ഇവിടെ ഞാൻ കിടന്ന് ചത്തുപോകും. വയറൊട്ടി, കവിളൊട്ടി, കണ്ണൊട്ടി, പേഴ്സൊട്ടി, ഒട്ടി നിന്നവരെല്ലാം വിട്ടും പോയി. അമ്മയുടെ വാളവരെങ്കിലും വലിച്ചു കയറ്റി തിന്ന് ജീവിക്കാതെ ചോദിച്ചപ്പോൾ അത് കിട്ടാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു വിടാം. 17. ഇതെല്ലാം സംഭവിച്ചപ്പോഴാണ് ഇവൻ എന്ത് വന്നത്? സുബോധം വന്നു. ഇപ്പൊ സുബോധം വന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചാൽ കൊള്ളാം, ആരാധിച്ചാൽ കൊള്ളാം. ഇപ്പൊ പള്ളിയിലൊക്കെ പോയി ഇരിക്കാനൊക്കെ തോന്നുന്നുണ്ട്. സുബോധം വന്നു.